അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇന്ന് ജീവിക്കുന്ന പഴയ തലമുറ അഥവാ നമ്മൾ, ഇനി പുതിയ ജനറേഷൻ, പുതിയ മൊബൈൽ ടെക്നോളജിയുടെ കാലഘട്ടത്തിലേക്ക് വരുന്ന നമ്മളുടെ മക്കൾ, അവർക്കൊരു മൊബൈൽ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് കഴിക്കുക, ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുക. അതിനപ്പുറം മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാൻ തയ്യാറില്ല, ഗുരുനാഥന്മാർ പറയുന്നത് കേൾക്കാൻ തയ്യാറില്ല, സമൂഹം പറയുന്നത് കേൾക്കാൻ തയ്യാറില്ല. എന്തെല്ലാം രീതിയിൽ അവർ ജീവിതത്തെ ആസ്വദിക്കാൻ തയ്യാറാവുന്നു, അതിനോട് നാം സഹകരിക്കുക എന്ന ഒരു ചുറ്റുപാടിലേക്ക് മാതാപിതാക്കളും ഗുരുനാഥന്മാരും സമൂഹവും മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ മാറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഭരണ സംവിധാനവും പോലീസ് സംവിധാനവും അതുപോലെ നമ്മളുടെ നീതിപീഠങ്ങളും മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. നാം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ സർവശക്തനായ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതും ക്ലേശത്തോടുകൂടെ മാത്രമാണ്. ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ആ മാതാവ് അനുഭവിക്കുന്ന ആ ക്ലേശമാണ്, അല്ലെങ്കിൽ ആ വേദനയാണ് ആ കുഞ്ഞിനെ പോറ്റാനുള്ള അവരുടെ ആ ഒരു ജിജ്ഞാസയും അതുപോലെ അർപ്പണബോധവും ഉണ്ടാക്കുന്നത്. അതിന് പകരം അവരൊരു സുഖപ്രസവത്തിലൂടെ ആനന്ദത്തിലൂടെ എങ്ങാനും ആ കുഞ്ഞു ജനിച്ചു എങ്കിൽ യാതൊരു കാരണവശാലും 99% അവരെ നാം പിന്നീടും യഥാർത്ഥ രീതിയിൽ കഷ്ടപ്പെട്ട് വളർത്താനുള്ള ഒരു മാനസിക ടെൻഡൻസി വരികയില്ല. അപ്പോൾ ആ ജനനം മുതൽ ജീവിതം മരണം വരെ ക്ലേശമാണുള്ളത്. ഒരു കുണ്ട്, ഒരു കുന്ന്, ഒരു സന്തോഷം, ഒരു ദുഃഖം, ഒരു സങ്കടം, അതേപോലെ തന്നെ ഒരു ഉയർച്ച, ഒരു താഴ്ച, സാമ്പത്തികമാവാം, ശാരീരികമാവാം, മാനസികമാവാം. അങ്ങനെ ഈ ഒരു ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചാഞ്ചാട്ടത്തിലൂടെയാണ് മനുഷ്യൻ്റെ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറ മാതാപിതാക്കളുടെ കീഴിൽ നിന്നുകൊണ്ട് വളരാനോ ഗുരുനാഥന്മാരുടെ കീഴിൽ നിന്ന് വളരാനോ സമൂഹത്തിൻ്റെ നന്മകൾ കേട്ടു വളരാനോ തയ്യാറാവാതെ ഈ മീഡിയയിൽ കാണുന്ന കോലാഹലങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ, ഈ യാന്ത്രിക സുഖത്തിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ചെറുപ്പം മുതലേ നിങ്ങൾ ശാരീരികമായും മാനസികമായും മാതാപിതാക്കളും ഗുരുനാഥന്മാരും സമൂഹവും നന്മയ്ക്ക് വേണ്ടി പറയുന്ന ചീത്തവാക്കുകളും അതേപോലെ തന്നെ നിങ്ങളുടെ ശാരീരിക മാനസിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ജോലികളും ചെയ്യിപ്പിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കുന്ന സമൂഹം നന്മയിലേക്കെത്തും. അല്ല, മാതാപിതാക്കൾ എൻ്റെ കുട്ടി യാതൊരു കാരണവശാലും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ട് ഉണ്ടാവരുതേ എന്ന നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടി നിങ്ങൾക്ക് വലിയ ശത്രുവായി മാറും. ഉദാഹരണം, ഇന്നത്തെ പുതിയ തലമുറ മയക്കുമരുന്നും മറ്റും ഉപയോഗിച്ച് കണ്ട് എത്ര പേരെയാണ് ഒരു കുടുംബത്തിൻ്റെ ഈ ഒരു കുഞ്ഞു കുട്ടികൾ വകവരുത്തുന്നത്. അപ്പോൾ തീർച്ചയായും നാം എന്തു ചെയ്യണം? സൃഷ്ടാവിൻ്റെ അനുസരണ പ്രകാരം മാതാപിതാക്കളും ഗുരുനാഥന്മാരും സമൂഹവും സാക്ഷിക്കേണ്ടിടത്ത് സാക്ഷിക്കുകയും ശിക്ഷിക്കേണ്ടിടത്ത് ശിക്ഷിക്കുകയും ചെയ്താൽ മാത്രമാണ് ആ കുഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് വളർന്നു വരിക. മാത്രമല്ല, ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
ഒരു IAS പരീക്ഷ എഴുതി പാസ്സായി കലക്ടറാവേണ്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അവർക്ക് കിട്ടേണ്ട മാർക്കിൽ നിന്ന് 2 മാർക്ക് തിയറിക്ക് കുറഞ്ഞു എന്ന കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വെക്കുക. ആ കുട്ടി ഈ തിയറി പരീക്ഷ എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കൽ കടക്കുന്നു. അതിനുശേഷം ഈ ജില്ലാ കലക്ടറായി ജില്ലയുടെ മൊത്തം ആധികാരികമായി പോലീസ് മേധാവിയും അതുപോലെ തന്നെ ജഡ്ജുമായി വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് ഇവരെ നിയന്ത്രിച്ചുകൊണ്ട് ആ സമൂഹത്തെ ആ ജില്ലയെ മൊത്തം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം അത് വലുതായിരിക്കും. അത് താങ്ങാനില്ലാത്ത ശേഷിയില്ലാത്ത ഒരാൾ ഒരു ജില്ലാ കലക്ടർ ആവേണ്ട എന്ന ഒരു ബേസിക് തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. അത് നാം മനസ്സിലാക്കും. കാരണം അവർ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു എങ്കിൽ അവർക്കൊരു സാധാ കോൺസ്റ്റബിളിൻ്റെ വീൽ പവർ പോലും ഇല്ല എന്നർത്ഥം. പുസ്തകപ്പുഴു ആയതുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നർത്ഥം. അപ്പോൾ അത്തരം രീതിയിലുള്ള എത്ര വലിയ കുട്ടിയായാലും എത്ര വലിയ പ്രായമുള്ളവരായാലും അവർ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു കാരണമുണ്ടാക്കി ആത്മഹത്യ ചെയ്യും. അപ്പോൾ മാതാപിതാക്കളാവട്ടെ, ഗുരുനാഥന്മാരാവട്ടെ, സമൂഹമാവട്ടെ, അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് അവരെ ചീത്ത പറയുകയോ ശാസിക്കുകയോ ചെയ്താൽ അതിൻ്റെ പേരിൽ പോലീസ് നടപടി ഉണ്ടാവുക, അതേപോലെ അവരെ വിചാരണ ചെയ്യാൻ മാതാപിതാക്കളും സമൂഹവും രാഷ്ട്രീയക്കാരും നിന്നു കഴിഞ്ഞാൽ ഈ വരുന്ന തലമുറ നിങ്ങളുടെ വീട്ടിലെ ഓരോ കുട്ടിയുമാണ് എന്ന ഒരു ഓർമ്മയുണ്ടാവുക. അതുപോലെ തന്നെ ഇതേ രീതിയിൽ നമ്മൾ ഇന്ന് കണ്ട ഈ തലമുറ മയക്കുമരുന്നും മറ്റും ഉപയോഗിച്ച് 7 പേരെയും 10 പേരെയും 15 പേരെയും കൊല്ലാനുള്ള ശേഷി ഉണ്ടാക്കി വന്നാൽ അത് താങ്ങേണ്ടി വരുന്നത് ഈ പറയുന്ന ആളുകൾ തന്നെയായിരിക്കും എന്ന ഒരു നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിയുടെ ആളുകൾക്കും അതേപോലെ തന്നെ ഈ പൊതുസമൂഹത്തിനും മാതാപിതാക്കൾക്കും ഉണ്ടാവണം എന്ന് മാത്രമല്ല, ഓരോ മാതാവും പിതാവും തീരുമാനിക്കുക, ഞാനും എൻ്റെ ഭാര്യയും എത്ര കഷ്ടപ്പെട്ടു, അതുപോലെ നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കുട്ടിയെക്കൊണ്ട് ശാരീരികമായി നിങ്ങളുടെ തൊടിയിലോ വീട്ടിലോ പറമ്പിലോ അല്ലെങ്കിൽ പാടത്തോ പണിയെടുപ്പിക്കുക. ജോലി ശാരീരികമായി, മാനസികമായും അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാതെ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ അറിയുന്ന രൂപത്തിൽ ഇന്ന് പുസ്തകം വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് മറ്റ് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ആ സമയം മാറ്റി വേറെ ഒരു ദിവസം വാങ്ങിച്ചു കൊടുക്കുക. അതേപോലെ നാം ശാരീരികമായും മാനസികമായും അതുപോലെ തന്നെ വിശപ്പിൻ്റെ ബുദ്ധിമുട്ടെന്താണ് എന്ന് അവർക്ക് നിങ്ങൾ 1 മാസത്തിലോ അല്ലെങ്കിൽ 2 മാസത്തിലോ ഒരു പ്രാവശ്യം അവരെ ഒരു ദിവസം നിങ്ങൾ 1-2 പ്രാവശ്യത്തെ ഭക്ഷണം കൊടുക്കാതെ കഷ്ടപ്പെടുത്തി ജീവിപ്പിക്കുക. അതുപോലെ സമൂഹത്തിലെ ആശുപത്രികൾ, മറ്റു പ്രതിസന്ധികളുള്ള ഭാഗങ്ങൾ അവരെ നേരിട്ട് പോയി കാണിക്കുകയും അതുപോലെ അവർക്ക് അത്തരം വീഡിയോകൾ കാണിച്ചുകൊണ്ട് ഈ മാതാപിതാക്കൾ എങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ വളർത്തുന്നത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച അവർക്ക് ഉണ്ടാക്കുക. വലിയ ബിൽഡിംഗ് പണിയെടുക്കുന്നവർ, വലിയ കടലിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ ഭയങ്കരമായ തീക്ഷ്ണമായ രീതിയിലുള്ള ചൂടനുഭവിച്ച് ജോലി, അത്തരം വീഡിയോകളും അത് നേരിട്ട് കാണാൻ അവർക്ക് അവസരം കൊടുക്കുകയും അവർ ഹൃദയത്തിലേക്കും അതുപോലെ അവരെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വാഴ്ന്നു വരുന്ന രീതിയിൽ മാനസികമായും ശാരീരികമായും മാതാപിതാക്കൾ ട്രെയിൻ ചെയ്യുക. ഇത്തരം സംവിധാനങ്ങൾ സ്കൂളുകളിൽ നിങ്ങൾ പ്രചരിപ്പിക്കുക. അതിന് പകരം ഡാൻസ് ഉണ്ടാക്കുകയും കോലാഹലങ്ങളും ഉണ്ടാക്കിക്കഴിഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞു, മന്ത്രിമാർ പറഞ്ഞു എന്ന നിലക്ക്
ഇത്തരം ആഭാസങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അമ്മയും പെങ്ങളും ജ്യേഷ്ഠനും അനിയനും ഒന്നും തിരിച്ചറിയാത്ത രീതിയിൽ ഈ സമൂഹം മാറുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ യുവതലമുറ മാറുക. മതപരമായി കാര്യശേഷിയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള മതപുരോഹിതന്മാർ രംഗത്തിറങ്ങുക, രക്ഷിതാക്കൾ രംഗത്തിറങ്ങുക, പൗരബോധം ഉണരേണ്ടിടത്തുണരുക. ഞാനും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 24 മണിക്കൂറിനകം നമുക്ക് അത് ഏത് ഭരണാധികാരിയാവട്ടെ, ഏത് ജഡ്ജാവട്ടെ, ഏത് വലിയവനാവട്ടെ, അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക തന്നെ സർവശക്തം ചെയ്യും എന്ന ബോധ്യത്തോടുകൂടെ നിങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ എന്ന ഒരു ഉദ്ദേശം മാത്രം ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് സർവശക്തനോട് പ്രാർത്ഥനകൾ എല്ലാവരും ചെയ്യുക എന്ന ഓർമ്മപ്പെടുത്തോടുകൂടെ ഞാൻ നിർത്തുന്നു.